ഞാൻ നിങ്ങളോട് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കുക. ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ് മഹാരാഷ്ട്രയിലെ ലോണാവാലയിലെ ബുഷി അണക്കെട്ടിലുണ്ടായ അപകടം. ഇന്ന് ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് നമുക്ക് കാണാം. 8-9 പേര് കെട്ടിപ്പിടിച്ച് കുട്ടികളടക്കം വരുന്ന 8-9 ഫാമിലിയാണ്. അവർ ഞായറാഴ്ചയാണ് ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയതാണ്. പോകുമ്പോൾ അധികം വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഷൂവൊക്കെ പുറത്ത് ഊരി വെച്ചതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാം. നമ്മളൊന്ന് ഒരു കാര്യം ചിന്തിക്കേണ്ടത് മഴക്കാലമാണ്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏത് സമയവും ഈ മല പൊട്ടി വെള്ളം വരാം, ഉരുൾപൊട്ടലുണ്ടാവും. അതേപോലെ വെള്ളം തന്നെ ഒന്നായിട്ട് വരുന്നൊരവസ്ഥ ഉണ്ടാകും. അതിപ്പം ഈ വെള്ളച്ചാട്ടത്തിലല്ലെങ്കിലും ഇപ്പോൾ പുഴയിലോ തോട്ടിലോ ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് വെള്ളം വരും. നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ന്യൂസിൽ കേൾക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഈ കുഞ്ഞു മക്കളെയും പിടിച്ച് വലിച്ച് ഈ മഴക്കാലത്തൊന്നും നിങ്ങൾ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എവിടെയും പോകരുത്. ഒരു കാര്യം, അന്ന് ആ ഒരു വെള്ളം മഴക്കാലത്ത് നിങ്ങൾ വിനോദയാത്ര പോകണ്ട. അത് മാറ്റി വെച്ച് വല്ല വേനലവധിക്കൊക്കെ പോയാൽ പോരെ. എന്നാൽ ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിൽ പെടൂല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ചുരമോ മലകളോ ഒക്കെ കയറി പോകേണ്ടി വരും. അപ്പോൾ അവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഉണ്ടാകും. ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് പല രൂപത്തിൽ, വെള്ളത്തിൻ്റെ രൂപത്തിൽ, പാറയുടെ രൂപത്തിൽ, മണ്ണിൻ്റെ രൂപത്തിൽ, പല രൂപത്തിലും, മരത്തിൻ്റെ രൂപത്തിൽ, കാറ്റും ഇതൊക്കെ ഇതായി മണ്ണ് മറ്റേ ഉയരങ്ങളിൽ നിന്നൊക്കെ കുത്തി ഒഴുകി, അതുപോലെ മരങ്ങളൊക്കെ കടപുഴകി വന്ന് വണ്ടിയിലേക്കൊക്കെ ഇടിക്കുന്ന അവസ്ഥയും വഴി ബ്ലോക്കാകുന്ന അവസ്ഥയും അതിൽ പെടുന്ന അവസ്ഥയും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ പരമാവധി നിങ്ങൾ ഈ ഉല്ലാസയാത്ര മഴക്കാലത്ത് ഒഴിവാക്കുക എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. എനിക്ക് മാത്രമല്ല, അത് കാണുന്നവർക്ക് ആർക്കാണെങ്കിലും നല്ല വിഷമമാവും. കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ആ വെള്ളത്തിൽ എത്ര നേരം അവർ പിടിച്ചു നിന്നു. ചങ്ക് പൊട്ടിപ്പോവുക ഒരു കാഴ്ച കണ്ടാൽ. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ അങ്ങനെ പോകാതിരിക്കുക. പരമാവധി നല്ല പോകരുത്. മഴക്കാലം ഉണ്ടാകുമ്പോൾ ഒരു സ്ഥലത്തും പോകരുത്. മഴ ഉണ്ടാകുമ്പോഴാണല്ലോ അങ്ങനെയുള്ള അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത്, അല്ലേ? വെള്ളം പെട്ടെന്ന് വരുന്നത് മഴ ഉണ്ടാകുമ്പോഴാണ്. ഈ ഉരുൾപൊട്ടലുണ്ടാവുന്നത് മഴ ഉണ്ടാകുമ്പോഴാണ്. അതുപോലെ മണ്ണിടിച്ചിലുണ്ടാവുന്നത് മഴ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് പരമാവധി വിനോദസഞ്ചാരം ഒഴിവാക്കുക. വേറെ അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഈ കാര്യത്തിന് പോയിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. അന്ന് തന്നെ ചെന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ചെന്നിട്ടല്ലേ ഈ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പം എത്ര ജീവനാ പൊലിഞ്ഞത്. ആ കുട്ടികളൊക്കെ ഒലിച്ചു പോണ ഇത് കാണുമ്പോൾ നമ്മൾ അതുപോലെ പോകുന്ന പോലൊരു ഫീലാണ്. എനിക്ക് എൻ്റെ മക്കളുമായിട്ട് നിന്ന് പോകുന്നൊരു ഫീലാണ് എനിക്കുണ്ടായത്. നമ്മൾ മക്കളെ കെട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഒഴുക്കിൽ പെട്ട മക്കളെ ഒക്കെ കൈവിട്ട് പോകും. ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടാവും. നമ്മളെ മക്കൾ ഒലിച്ചു പോകുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമോ? അപ്പോൾ എൻ്റെ ഇത് കേൾക്കുന്നവരെല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളൊരിക്കലും നിങ്ങളെ ഫാമിലിനായിട്ട് ഈ മഴക്കാലത്ത് എവിടെ ഏത് ഭംഗിയുള്ള കുന്ത്രാണ്ടുണ്ടെങ്കിലും അത് കാണാനും നിങ്ങൾ പോകരുത്. ഇനിയിപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാർ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുട്ടികളോ നിർബന്ധിക്കുകയാണെങ്കിൽ അതിനിപ്പോൾ പറ്റൂല. ഇങ്ങനെ അപകടങ്ങളെ കുറിച്ച് നിങ്ങൾ ബോധവൽക്കരിക്കുക അവരെ. അങ്ങനൊരു സംഭവത്തിന് മുതിരരുത്. കാരണം നമ്മുടെ കുഞ്ഞു മക്കളും നമ്മളെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് വലിയവരാണ് ഏതെങ്കിലും കോലത്തിൽ വല്ല മരച്ചില്ലേ അല്ലെങ്കിൽ വല്ല വള്ളിയോ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് ഏതൊഴുക്കിപ്പെട്ടാലും ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരും. പക്ഷെ നമ്മളെ കുഞ്ഞുങ്ങൾ കുത്തി മറിഞ്ഞ് നമ്മൾ മുന്നിൽ കൂടെ ഒഴുകി പോകണത് കണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ ആദ്യം അങ്ങനെ ഒരു അപകടം വിളിച്ച് വരുത്താതിരിക്കണമല്ലേ നല്ലത്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്ന സംഭവം മാത്രമല്ല, ഇവിടെയുണ്ട്. അവിടെ വെള്ളമുണ്ട്, ഇവിടെ വെള്ളമുണ്ട്, അതാണ് ഇതാണെന്ന് പറഞ്ഞൊരു പോകൽ കാണാൻ. ഇപ്പോൾ ഇവിടെ അടുത്ത കാലത്ത് ഉണ്ടായൊരു സംഭവമാണ്. കാളികാവ് കല്ലാമൂല പുഴയിൽ സൽക്കാരത്തിന് എന്തിനോ വന്ന ടീമാണ്. അവർ ഇതേപോലെ ഫാമിലി ആയിട്ട്
പിന്നെ പുഴയിലിറങ്ങി, പുഴ ഉണങ്ങി കിടക്കുക, മഴയൊന്നുമില്ല, മഴക്കാലമല്ല. പക്ഷേ എന്തോ ഈ ഇടമഴ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല. ഞാൻ ഇങ്ങനെ നമ്മളെ പരിചയക്കാരും ബന്ധുക്കാരും എല്ലാം ഉണ്ട് ആ ഭാഗത്ത്. അപ്പം അങ്ങനെ ഇവർ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് കുഞ്ഞു മക്കളുണ്ട് കൂടെ, 2 3 ഒക്കെ. ഇവരെടുത്തെടുത്ത് ഇറങ്ങുന്ന വഴി ഉണ്ടല്ലോ, അതിനേക്കാൾ ഒരുപാട് ദൂരം പോയി. ഓരോ പൊസിഷന് കാണുമ്പോൾ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇത് കാണുമ്പോൾ നീങ്ങി പോകുമല്ലോ, സ്വാഭാവികമാണല്ലോ. അവിടെ ഒന്ന് ചെന്നിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ മരത്തിന് നിറച്ച് പൂക്കളുണ്ട് അതിൻ്റെ ചുവട്ടിലൊന്ന് ചെന്നിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർ നടന്ന് പുഴൻ്റെ കുറേ അങ്ങ് എത്തി. വഴി കുറേ ഇങ്ങോട്ടുമാണ്, പിന്നെ ഇങ്ങോട്ട് നടന്ന് വരണവർക്ക് ഈ വഴി കയറണമെങ്കിൽ. അങ്ങനെ ഇവർ ഫോട്ടോ എടുത്ത് അവിടെ ഇവിടേക്ക് നിന്ന് കല്യാണം കഴിഞ്ഞ്, അതായത് ഇപ്പോൾ ആദ്യം വരുന്ന സൽക്കാരുണ്ടാവുമല്ലോ, പുതുവെണ്ണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇവർ ഫോട്ടോ എടുത്ത് മലവെള്ളപ്പാച്ചിൽ ഒന്നായിട്ട് വെള്ളം വന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. എത്ര പേര് ഒഴുക്കിൽ പെട്ട് എത്ര പേര് മരിച്ചു എന്നുള്ളത് അറിയില്ല. എന്തായാലും 5-8 പേരുണ്ടായിരുന്നു. അതിൽ എത്ര പേര് രക്ഷപ്പെട്ടു എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ എല്ലാവരും മരിച്ചോ എന്നുള്ളതും അറിയില്ല. ഏതെങ്കിലും ചെറിയ കുഞ്ഞുവാവ് വരെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പം ഇങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഇറങ്ങി കൂടുതൽ സെൽഫിയോ അല്ലെങ്കിൽ റീൽസോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എടുക്കാതിരിക്കുക. എന്നാൽ അങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇങ്ങനൊരു അനുഭവം ആർക്കും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് തവണ എനിക്ക് വീണ്ടും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമോ, അത് ഒഴുകി പോണത് അതിൽ കണ്ടു. പക്ഷേ അവരാ കമ്പിട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ ഒന്ന് പിടിച്ചെങ്കിൽ ആ കമ്പമ്മേ നേരിട്ട് വീണ്ടും വീഡിയോകൾ പലതും യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ ഇറങ്ങുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച്. ഞാൻ വീണ്ടും മാറ്റി കണ്ടു നോക്കി ഏതിലെങ്കിലും ഒരാൾ കമ്പമ്മ പിടിക്കുന്നുണ്ടോയെന്ന്. എല്ലാവരും കൂടെ ഒഴുകി പോണത് കണ്ട് ഫസ്റ്റ് ആ കുട്ടീനടുത്ത താത്തയും പിന്നെ ആ കുട്ടീൻ ഒഴുകിപ്പോയി. അതിനെ പിടിച്ച് രക്ഷപ്പെടുത്താൻ നോക്കിയപ്പോഴാണ് ആ മറ്റേ കൂടെ നിന്ന് ഒരു ലേഡി ഒഴുകിപ്പോയത്. പിന്നെ ആണ് ബാക്കി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ 2 പെൺകുട്ടികളും പിന്നെ ആ 3 ചെറുക്കന്മാരും പിന്നെ കൂടാ ചെറുക്കൻ ചെറിയ കുഞ്ഞ് അവർ ഒഴുക്കിൽപ്പെട്ടത്. ആദ്യം പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് മറ്റവർ കുഞ്ഞടക്കം 3 പേര് 2 താത്തമാർ പോയി കഴിഞ്ഞിട്ടാണ് മറ്റവർ പോയത്. അങ്ങനെ അതൊക്കെ കണ്ടപ്പം വല്ലാത്ത നെഞ്ചു പുകയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം എൻ്റെ സഹോദരങ്ങൾ ദയവ് ചെയ്ത് കുഞ്ഞു മക്കളെയും കൊണ്ട് ഈ മഴക്കാലത്തൊന്നും എവിടെയും പോകരുത്. പിന്നെ ഇങ്ങനെ അപകടകരമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മക്കളെയും കൊണ്ട് പോകരുത്. അതിപ്പോൾ ഇനി മഴയാണെങ്കിലും വേറെ എന്താണെങ്കിലും ഏത് സമയത്താണ് വെള്ളം വരിക പോകുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട. ഇപ്പം ആ ഒരു രക്ഷപ്പെട്ട ആരൊക്കെ 4 പേര് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ആ രക്ഷപ്പെട്ടവരവസ്ഥ എന്തായിരിക്കും? അവർ പരമാവധി ആ 3 പയ്യന്മാർക്ക് രക്ഷപ്പെടായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്ത് അവരെ കൂടെ ഉള്ളവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ എണീച്ച് നിൽക്കുന്നുണ്ട്, പിന്നെയും കൂടെ ഒഴുകി പോകുന്നുണ്ട് മറ്റവരെ പിടിക്കാൻ വേണ്ടി. കൂടെയുള്ള മക്കളൊക്കെ ആയിരിക്കും വേണമെങ്കിൽ ഒഴുകി പോകുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കാതെ. പിന്നെ അവരെ ഇങ്ങനെ ഫയർഫോഴ്സോ പിന്നെ നാട്ടുകാരൊക്കെ കൂടി രക്ഷിച്ചൊക്കെയല്ലേ. അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്.